നമസ്കാരം. കാലാവസ്ഥ മാറ്റം വിനയാകുന്നത് പുരുഷന്മാരിലാണെന്ന് ഒരു പഠനം തെളിയിക്കുന്നു. ഓരോ വർഷവും മരണനിരക്ക് കൂടുന്നു. ശരീരം അമിതമായി ചൂടാകുന്നത് മൂലമാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ ഓർക്കാനം, അപസ്മാരം, തലകറക്കം, ബോധം നഷ്ടപ്പെടൽ, അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുക തുടങ്ങിയ അവസ്ഥയ്ക്ക് കാരണമാകും. ലോകത്ത് പലയിടത്തും ഹീറ്റ് സ്ട്രോക്ക് കാരണമുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 2000-നും 2019-നും ഇടയിലെ പഠനങ്ങൾ പ്രകാരം പ്രതിവർഷം 4,89,000 പേർ അമിതമായ ചൂട് കാരണം മരണപ്പെടുന്നുണ്ട്. ഇതിൽ 45% ഏഷ്യയിലും 36% യൂറോപ്പിലുമാണ്. ഇന്ത്യയിൽ എല്ലാ വർഷവും ഡസൻ കണക്കിന് ഹീറ്റ് സ്ട്രോക്ക് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 2024 മുതൽ ഇന്ത്യയിൽ 1832 പേർ ഹീറ്റ് സ്ട്രോക്ക് കാരണം മരണപ്പെട്ടു. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 2015-ൽ 1906 പേരാണ് ഹീറ്റ് സ്ട്രോക്ക് കാരണം മരണപ്പെട്ടത്. 2021-ൽ 374 ഹീറ്റ് സ്ട്രോക്ക് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ ജൂൺ വരെ 7000-ലധികം പേരാണ് ഹീറ്റ് സ്ട്രോക്ക് കാരണം മരണപ്പെട്ടത്. ചൂട് കാലാവസ്ഥയിൽ തലകറക്കം, ഓർക്കാനം അല്ലെങ്കിൽ കടുത്ത ക്ഷീണം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ശ്രദ്ധിക്കണം. സമീപത്തുള്ള ആർക്കെങ്കിലും ഇത്തരം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ORSും അല്ലെങ്കിൽ വെള്ളം മുതലായവ നൽകി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. കുട്ടികൾ, പ്രായമായവർ, പുറത്ത് ജോലി ചെയ്യുന്നവർ എന്നിവർക്കൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഹീറ്റ് സ്ട്രോക്ക് സാധ്യത കൂടുതലുള്ളത് പുരുഷന്മാരിലാണെന്നാണ് പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത്. 2024-ൽ സ്ത്രീകളെ അപേക്ഷിച്ച് വ്യത്യസ്ത പ്രായത്തിലുള്ള പുരുഷന്മാരാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. 30 മുതൽ 44 വയസ്സിനിടയിൽ പ്രായമുള്ള 525 പുരുഷന്മാരും 45 മുതൽ 59 വയസ്സിനിടയിൽ പ്രായമുള്ള 577 പുരുഷന്മാരുമാണ് മരണപ്പെട്ടത്. എന്നാൽ ഇതിനെ അപേക്ഷിച്ച് സ്ത്രീകളുടെ മരണനിരക്ക് വളരെ കുറവായിരുന്നു. പുരുഷന്മാർ ദീർഘനേരം വെയിലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നതും ജോലി ചെയ്യുന്നതുമാണ് ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള പ്രധാന കാരണം. നിർമ്മാണം, പെയിന്റിങ്, ഓൺലൈൻ ഡെലിവറി, കൃഷി തുടങ്ങി വെയിലേൽക്കുന്ന ജോലികൾ അത് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പുരുഷന്മാരാണ്. ശാരീരികവും തൊഴിൽപരവുമായ വിവിധ ഘടകങ്ങൾ കാരണമാണ് പുരുഷന്മാരിൽ അപകട സാധ്യത കൂടുന്നത്. പുരുഷന്മാരുടെ ശരീരത്തിൽ പേശികൾ കൂടുതലായത് കാരണം ഉപാപചയ നിരക്ക് കൂടുതലാണ്. ഇക്കാരണത്താൽ ശാരീരിക പ്രവർത്തന സമയത്ത് കൂടുതൽ താപ ഉൽപാദനത്തിലേക്ക് നയിക്കുന്നു. അവർ കൂടുതൽ വിയർക്കുമെങ്കിലും അതികഠിനമായ ചൂട് ഹീറ്റ് സ്ട്രോക്കിലേക്ക് നയിക്കുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പുരുഷന്മാർ ചികിത്സ തേടണം. ക്ഷീണം അനുഭവപ്പെട്ടാലും അത് കാര്യമാക്കാതെ പുരുഷന്മാർ ജോലി ചെയ്യും. ഇതാണ് മരണത്തിലേക്ക് പോലും നയിക്കുന്നതെന്നാണ് മുതിർന്ന ഡോക്ടർമാർ വരെ പറയുന്നത്. കൃത്യമായി വെള്ളം കുടിക്കുക, മണിക്കൂറുകളോളം വെയിലത്ത് നിൽക്കാതിരിക്കുക, ചെറിയ അസ്വസ്ഥതകൾ തോന്നിയാൽ പോലും ചികിത്സ തേടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഹീറ്റ് സ്ട്രോക്കിൽ നിന്ന് രക്ഷ നേടാം.